ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കാർലോ ടി വിയുടെ നല്ല മാതൃക എന്ന പരിപാടിയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. നല്ല മാതൃകയുടെ ഇന്നത്തെ എപ്പിസോഡിൽ വാഴക്കുളം ഇടവാംഗമായ കുര്യാക്കോസ് വിജയാണ് നമ്മോടൊപ്പം ചേരുന്നത്. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഈശോയെ പ്രഘോഷിക്കുന്ന ഒരു യുവ പ്രേക്ഷിതനാണ് നമ്മുടെ പ്രിയപ്പെട്ട കുര്യാക്കോസ്. കുര്യാക്കോസ്, സ്നേഹപൂർവ്വം സ്വാഗതം. കുര്യാക്കോസിനെ എല്ലാവർക്കും വേണ്ടി ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് കുര്യാക്കോസ് വിജയ്. ഞാൻ വാഴക്കുളം ഇടവകയാണ്, കോതമംഗലം രൂപത. ഞാനിപ്പോൾ ഒരു അധ്യാപകനായിട്ട് LP സ്കൂൾ അധ്യാപകനായിട്ട് ജോലി ചെയ്യുന്നു. നമ്മുടെ അടുത്ത് തന്നെയുള്ള ആനിക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് സെൻറ്റ് ആൻ്റണീസ് LP സ്കൂൾ ആനിക്കാട്. അവിടെ 1ാം ക്ലാസ്സിലെ അധ്യാപകനായിട്ട് ജോലി. 1ാം ക്ലാസ്സിലെ അധ്യാപകനാണ്. കുഞ്ഞു കുട്ടികൾ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഈ കുര്യാക്കോസിൻ്റെ ആ ഒരു നിഷ്കളങ്കത ഒരു പക്ഷേ ഈ കുട്ടികളോട് ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ടാകും. വീഡിയോകളിലെല്ലാം തന്നെ വളരെ ലൈറ്റാണ്, എന്നാൽ വളരെ കണ്ടന്റുള്ളതാണ്. അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ കുട്ടികളുടെ നമുക്ക് നിഷ്കളങ്കതയൊക്കെ നമ്മളെ കുറേ സഹായിച്ചിട്ടുണ്ട്. ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും നമ്മൾ ഒരു പെൻസിൽ കൊണ്ട് കൊടുക്കുന്ന കൂട്ടുകാരനെ സഹായം ചെയ്യുന്നതോ, അപ്പോൾ റബ്ബർ ഇല്ലാതെ വരുമ്പോൾ അവന് തൊട്ടടുത്തിരിക്കുന്ന കുട്ടിക്ക് കൊടുക്കുന്നതൊക്കെ നമ്മൾ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എൻ്റെ വീഡിയോയ്ക്കകത്ത് കൊണ്ടുവരാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ കുര്യാക്കോസിൻ്റെ ഈ ഒരു ഇൻസ്റ്റാഗ്രാം പ്ലാറ്റ്ഫോമിൻ്റെ പേര് ഈശോ വൈബ് എന്നാണ്. ഈശോ വൈബ്. അതുപോലെ തന്നെ കുര്യാക്കോസ് പരിചയപ്പെടുന്നത് ഞാനൊരു ക്രിസ്ത്യൻ ഇൻഫ്ലുവൻസർ ആണെന്നാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ അതുകൊണ്ട് ഈ രണ്ട് കാര്യങ്ങൾ, ഈശോ വൈബ് എന്ന പേര് എങ്ങനെയായിരിക്കാം വന്നത്? ഞാൻ ആദ്യമായിട്ട് ഈ പേര് ഇടാൻ ഞാൻ തുടങ്ങിയത് തന്നെ 2022, അതായത് നവമാധ്യമങ്ങളിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന 2022 ജനുവരി 8-ാം തീയതിയാണ്. അപ്പോൾ ഞാൻ 7 വർഷം സെമിനാരിൽ പോയായിരുന്നു. അപ്പോൾ സെമിനാരിൽ പോയപ്പോൾ ഒരു 7 വർഷം ഫിലോസഫി കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ എനിക്ക് ചെറിയൊരു ഹെൽത്ത് ഇഷ്യൂസായിട്ട് എനിക്ക് അവിടെ നിന്ന് പോരേണ്ടി വന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ പുറത്തിറങ്ങിയപ്പോൾ എൻ്റെ കൂട്ടുകാരന്മാരും അതുപോലെ തന്നെ എൻ്റെ സുഹൃത്തുക്കളൊക്കെ ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ പുതിയ പേജ് തുടങ്ങുന്നു. ഒരു പല പല കണ്ടന്റുകളൊക്കെ ഇട്ട് തുടങ്ങും, സിനിമയുടെ കണ്ടന്റ്, ലവിൻ്റെ കണ്ടന്റ്. അപ്പോൾ അങ്ങനെയൊക്കെ പോയപ്പോൾ എന്തുകൊണ്ട് ഈശോയ്ക്ക് വേണ്ടി ഒരു പേജ് എനിക്ക് തുടങ്ങിക്കൂടാ എന്ന് ഞാൻ ആലോചിച്ചു. അങ്ങനെയാണ് ഞാൻ ഈശോ വൈബ് എന്നുള്ളൊരു പേജ് തുടങ്ങുന്നത്. അപ്പോൾ ഞാൻ ആദ്യം ഇട്ട പേര് ജീസസ് വൈബ് എന്നായിരുന്നു. അപ്പോൾ ഞാൻ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ജീസസ് വൈബുകാർ കുറേ പേരുണ്ട്. അപ്പോൾ ഞാൻ പയ്യെ ആ ജീസസ് എന്നുള്ള മാറ്റി ഈശോ എന്നാക്കി. അങ്ങനെയാണ് ഈശോ വൈബ് എന്നുള്ള തുടക്കം. പിന്നീട് ഇങ്ങനെ ഗ്രാജുവലി വളർന്നു വന്നു. ഈ അതുപോലെ ഞങ്ങൾ ഇങ്ങനെ ഈ കുര്യാക്കോസിൻ്റെ വിഷ്വൽസ് അല്ലെ വീഡിയോസ് ശ്രദ്ധിക്കുമ്പോൾ ഈ വാഴക്കുളം പള്ളിയും ഇതിൻ്റെ പരിസരങ്ങളും ഒത്തിരി കാണാം. എനിക്ക് തോന്നുന്നു ഈ പള്ളിയും പരിസരവും കേന്ദ്രീകരിച്ചാണ് കുര്യാക്കോസ് മുന്നോട്ട് നീങ്ങുന്നതെന്ന് തോന്നുന്നു. അതാണോ അതെയോ ഈ ഒരു ലൊക്കേഷൻ നല്ല ഭംഗിയുള്ളത് കൊണ്ടാണ്? എന്തുകൊണ്ടാണ്? നമ്മുടെ കൂട്ടുകാർ ഫ്രണ്ട്സൊക്കെ ഇവിടെയാണ്. അപ്പോൾ എന്നെ കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ളവർ തന്നെയാണ്. പല സാഹചര്യങ്ങളിലും വീഡിയോ എടുക്കാനായിക്കോട്ടെ, അല്ലെങ്കിൽ എന്തോ ഒരു അടിക്കാണെങ്കിലും ഞാനൊരു കണ്ടന്റ് എടുക്കുമ്പോൾ അത് ഇവരെ വെച്ചാണ് ചെയ്യുന്നത്. ഡമ്മി നമ്മൾ പരീക്ഷിക്കില്ലേ, അതുപോലെ ഇവരെ വെച്ചാണ്. അപ്പോൾ എന്തുകൊണ്ടും എനിക്ക് ഒരു കംഫർട്ടായ സ്ഥലം ഇതാണ് എനിക്ക് തോന്നിയിട്ടുണ്ട്. അച്ഛന്മാരൊക്കെ പറയും നീ പള്ളി വിട്ട് പിടിക്കടാ, പള്ളി വിട്ട് പിടിക്കാന്ന് പറയും. പക്ഷെ എനിക്ക് എന്തും എപ്പോഴും ഒരു നമ്മുടെ സ്വന്തം ഇടവകയോട് പ്രത്യേക സ്നേഹം ഉണ്ടല്ലോ, അതുകൊണ്ടാണ് കൂടുതൽ വീഡിയോസ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ ഈ നവമാധ്യമങ്ങളിലേക്ക് നോക്കി കഴിഞ്ഞാൽ ക്രിസ്ത്യൻ അല്ലെങ്കിൽ കാത്തലിക് കണ്ടന്റുകൾ കുറവാണെന്ന് നമുക്ക് ഇൻ്റർനാഷണലിലേക്ക് ഉണ്ടാകും. പക്ഷെ നമ്മുടെ നാട്ടിൽ കുറവാണ്. നമ്മുടെ കുട്ടികൾ, നമ്മുടെ യൂത്തൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ആക്റ്റീവായിട്ട് വരാൻ എവിടെയോ ഒരു മടി കാണിക്കുന്നുണ്ട്. കുറച്ച് പേരൊക്കെ ഉണ്ടെന്നാലും. കുര്യാക്കോസിന് അത് എന്താ തോന്നിയിട്ടുള്ളത്? ഈ ഫീൽഡിലേക്ക് വന്നപ്പോൾ നമുക്കിതൊരു നല്ല ഇടമാണോ? നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ അതിനുള്ള സാധ്യതകൾ എന്തൊക്കെയാണ് എന്ന് തോന്നുന്നു? ഞാൻ തുടങ്ങിയത് ഞാൻ പറഞ്ഞല്ലോ 4 വർഷങ്ങൾക്ക് മുമ്പാണ്. അപ്പോൾ ഞാൻ ആദ്യം തുടങ്ങിയത് അച്ഛന്മാരുടെ ഡാൻസ് ഒക്കെ ഇട്ടാണ് ഞാൻ തുടങ്ങിയത്. എൻ്റെ ചെറിയ ചെറിയ കഴിവുകളായിരുന്നു എഡിറ്റിങ്. അപ്പോൾ അന്നത്തെ ഇൻഷോട്ട്, അതുപോലെ വീറ്റ തുടങ്ങിയ ആപ്പുകളോടൊക്കെ ഞാൻ തുടങ്ങിയത്. അപ്പോൾ എനിക്ക് അറിയാവുന്നവരായിട്ട് ഇത് വന്നു. പിന്നീട് അധ്യാപന പഠനത്തിൽ ഞാൻ കയറിയപ്പോൾ എൻ്റെ അക്കൗണ്ട് കുറച്ച് താഴെ പോയി. എന്നാലും എനിക്ക് സമയമില്ലാതെ വന്നു. അപ്പോൾ എഡിറ്റ് ചെയ്യാൻ സമയമില്ല. അങ്ങനെ വേറെ ആൾക്കാർ വീഡിയോസ് ഇടാൻ തുടങ്ങി. പിന്നെ ഞാൻ അത് പഠനം കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ എനിക്ക് എന്തോ ഇതിനു വേണ്ടി തന്നെ ഇറങ്ങിത്തിരിക്കണം എന്നൊരു തോന്നലുണ്ടായി. അതിനുശേഷമാണ് ഞാൻ ഈ വചനപ്പെട്ടിന്ന് കാർഡ് എടുത്തിട്ട്, അങ്ങനെയാണ് ഞാൻ വൈറലാകുന്നത്. വചനപ്പെട്ടിന്ന് ഒരു കാർഡ് എടുത്തിട്ട് ഇങ്ങനെ ഫോട്ടോ എടുത്തിട്ട് അപ്ലോഡ് ചെയ്തു. ഇത് ആദ്യത്തെ വചനം എന്ന് പറഞ്ഞാൽ ജെറമിയ 31:16, കരച്ചിൽ നിർത്തി കണ്ണീർ തുടയ്ക്കൂ, നിന്റെ യാതനകൾക്ക് പ്രതിഫലം ലഭിക്കും. അത് ഏകദേശം 4 മില്യണോളം ആൾക്കാർ കണ്ടു. അങ്ങനെ എനിക്ക് മനസ്സിലായി ദൈവവചനം കൂടുതൽ ആൾക്കാരിലേക്ക് എത്തുന്നുണ്ട്, അത് ഹൃദയങ്ങളെ സ്പർശിക്കണമെന്ന് മനസ്സിലായി. അങ്ങനെ ഞാൻ തുടങ്ങി ഓരോ ദിവസം ഇങ്ങനെ വചനം ഇടാൻ തുടങ്ങി. പിന്നീട് ആ വചനത്തിന് പകരം രാവിലെ വചനം ഇടും, വൈകുന്നേരം ആ വചനത്തിനകത്തൊരു മോട്ടിവേഷൻ ചെയ്തിരുന്നു. അപ്പോൾ നിന്റെ നല്ല ഭാവിക്ക് കുറച്ച് വേദനകൾ ആവശ്യമാണ്. അത് ഏകദേശം കണ്ട് 10 മില്യൺ ആൾക്കാരാണ്. 10 മില്യൺ. അപ്പോൾ അങ്ങനെ തുടർന്ന് ഞാൻ പോകുന്നുണ്ട്. പക്ഷേ എനിക്ക് ഒരു മിതമായ കാര്യങ്ങളുണ്ടായിരുന്നു. കാരണം എൻ്റെ ഫോൺ നല്ല ഫോണില്ലായിരുന്നു. അപ്പോൾ ആൻഡ്രോയിഡ് ഫോണിൽ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഒരു 2 വർഷം ഞാൻ ഈ ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിച്ച് എല്ലാം ചെയ്തു. അങ്ങനെയാണ് ഞാനൊരു 1 ലക്ഷം ഫോളോവേഴ്സ് എനിക്ക് ആ കാർഡ് കൊണ്ട് തന്നെ എനിക്ക് 1.5 ലക്ഷം ഫോളോവേഴ്സ് ഇപ്പോൾ ഉണ്ട്. അത് വചനത്തിൽ നിന്നും മോട്ടിവേഷനിൽ നിന്നും എനിക്ക് കിട്ടിയത് ഏകദേശം 1.5 ലക്ഷം ഫോളോവേഴ്സ് ആണ്. അത് കഴിഞ്ഞാണ് ഞാൻ 1 വർഷങ്ങൾക്ക് മുമ്പ് ഐഫോൺ എടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ ആൾക്കാരോട് ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി, അച്ഛന്മാരോട് ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി, ഇഷ്ടപ്പെട്ട പാട്ട്, ഇഷ്ടപ്പെട്ട വചനം, ഫേവറേറ്റ് വിശുദ്ധൻ, അങ്ങനെയൊക്കെ തുടങ്ങി.
അത് ആളുകളിലേക്ക് കൂടുതൽ എത്തിപ്പെടാൻ തുടങ്ങി. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു കാത്തലിക് കളറില്ലാത്ത ടേസ്റ്റ് ഇല്ലാത്ത ഒരു കണ്ടന്റും കുര്യാക്കോസിന്റെ പേജിലില്ല. ഇല്ല. ഇല്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മുടെ കൂട്ടുകാര്, ഫ്രണ്ട്സ്, ഇടവാങ്ങളായിട്ടുള്ളവരല്ല മറ്റേ ഇത് കാണുന്ന ഒത്തിരി പേരുണ്ടല്ലോ, കുര്യാക്കോസ് കുറച്ചുകൂടി സെക്കുലർ ആയിക്കൂടെ എന്നൊരു ചോദ്യം വന്നിട്ടുണ്ടോ? തോന്നിട്ടുണ്ട്. ഇപ്പൊ നാട്ടുകാർ കുറച്ചുപേരൊക്കെ പറഞ്ഞു കേട്ടോ, അവനെന്താ ഭ്രാന്താണെന്ന് പറഞ്ഞൊക്കെ നാട്ടുകാർ പറഞ്ഞത് ഞാൻ അറിഞ്ഞു. അപ്പൊ അത് നമ്മളെ കാര്യമാക്കുന്നില്ല. പിന്നെ അച്ഛൻ ചോദിച്ചല്ലോ, ഈ പിള്ളേർക്ക് മടിയുണ്ടാവും, അപ്പോൾ മടിക്കേണ്ട കാര്യമില്ല. ഇത് ചിലർക്ക് തോന്നലാണ്, യേശുവിനെ കുറിച്ച് പറഞ്ഞാൽ ആരെങ്കിലും കേൾക്കൂ, യേശുവിന്റെ വചനമായിട്ട് ആരെങ്കിലും കാണൂ. അപ്പൊ അതിനുള്ളൊരു എക്സാമ്പിളാണ് ഞാൻ. അത് ജീവിതത്തില് എനിക്ക് തോന്നുന്നത് ഞാൻ ഈ പറഞ്ഞതല്ല. ഇപ്പൊ എനിക്ക് ഉള്ളത് 3,40,000 ഫോളോവേഴ്സാണ്. അപ്പോൾ ഇത് കാണാനും ആൾക്കാരുണ്ട്, ഇത് ഷെയർ ചെയ്യാനും ആൾക്കാരുണ്ട്, സ്റ്റോറി ഇടാനും ആൾക്കാരുണ്ട്. അപ്പോൾ ആരും മടിച്ചിരിക്കേണ്ട ഒരു കാര്യമില്ല. ഇതിനകത്തേക്ക് ക്രിസ്തുവിനെ പങ്കുവയ്ക്കുന്നതിന് ഒരു മടിയും കാണിക്കേണ്ട കാര്യമില്ല. കർത്താവിന് വേണ്ടി നമ്മൾ ഇറങ്ങി തിരിച്ചാൽ കർത്താവ് നമ്മളെ ഉയർത്തും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് ഇപ്പോൾ കുര്യാക്കോസ് പറഞ്ഞൊരു കാര്യം വളരെ പ്രസക്തമാണ്. എന്ന് പറഞ്ഞാൽ ഈശോയെക്കുറിച്ച് പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ, ഈശോയെക്കുറിച്ചുള്ള വിഷ്വൽസ് കാണാൻ ആളുകൾക്ക് ആഗ്രഹമുണ്ട്. ഒരു 4 വർഷത്തിന് മുമ്പ് വളരെ ചെറുതായിട്ട് തുടങ്ങിയ ഒരു പേജ് അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഏതാണ്ട് ഒരു 3.5-4 ലക്ഷം ആളുകളിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ ഈശോയെക്കുറിച്ച് കേൾക്കാൻ ആളുണ്ട്. നമ്മളത് പറയാത്തതിൻ്റെ പ്രശ്നമാണ് എന്നുള്ളതാണ് കുര്യാക്കോസിൻ്റെ ജീവിതാനുഭവങ്ങൾ നമ്മളെ മനസ്സിലാക്കുന്നത്. കുര്യാക്കോസ് അതുപോലെ തന്നെ ഈ നമ്മളിങ്ങനെ ഓരോ കണ്ടന്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിടുന്നു, അതിൻ്റെ പുറകിലൊരു കുറേ സമയമുണ്ട് അല്ലേ? നമ്മളൊരു മനസ്സിലൊരു കാര്യം കാണണം, അത് വിഷ്വല് നമ്മൾ ഷൂട്ട് ചെയ്യണം, പിന്നെ എഡിറ്റ് ചെയ്യണം, ഇങ്ങനൊരു സമയത്തിൻ്റെ ഒരു ഇതുണ്ടല്ലോ. അതെങ്ങനെയാണ് നമ്മളത് മാനേജ് ചെയ്യുന്നത്? അധ്യാപനം കൂടെയാണ്. അത് ഞാൻ സ്കൂളിൽ പോയിട്ട് വന്നിട്ടുള്ള സമയത്താണ് ചെയ്യാറ്. പിന്നെ സ്കൂളിൽ കയറുന്നതിന് മുമ്പ് ഞാൻ ഒരു പോസ്റ്റ് ഇടും. രാവിലെ 6 മണിക്ക് ഞാൻ ഒരു വചനം ഇടും. പിന്നെ സ്കൂളിൽ കയറുന്നതിന് 9 മണിക്ക് മുമ്പ് ഒരു ചെറിയ എന്തെങ്കിലും ഒരു ടോക്ക്, അച്ഛന്മാരുടെ ടോക്ക് എന്തെങ്കിലുമൊക്കെ ആയിരിക്കും, ചെറിയ കഷ്ണം ഇടും. കഴിഞ്ഞ് സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ വന്നിട്ട് ഞാൻ ഒരു മോട്ടിവേഷൻ കാർഡിൽ ചെയ്തൊരു മോട്ടിവേഷൻ ഇടും 5 മണിയാകുമ്പോൾ. പിന്നെ ഒരു 7 മണിയാകുമ്പോൾ 8 മണിയൊക്കെ ആകുമ്പോൾ ഒരു റീലോഡ് ഇടും. അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. അങ്ങനെ ഇപ്പൊ കുറെ നാൾ ചെയ്തുകൊണ്ട് എനിക്ക് പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പിന്നെ ഇത് ഒരുപാട് പേര് കാണുന്നുണ്ട്. ഈ വചനമായാലും മോട്ടിവേഷൻ ആയാലും ഒരുപാട് പേര് സ്ട്രൈക്ക് ചെയ്യുന്നുണ്ട്. മരണത്തിന്റെ വക്കിൽ നിന്നൊക്കെ ഒരുപാട് പേര് കയറി വന്നിട്ടുണ്ട്. എന്റെ പേര് ഇഷ്ടമുണ്ട്. പിന്നെ ഓരോ പോസ്റ്റിനകത്ത് രാത്രിയൊക്കെ ആകുമ്പോൾ എനിക്ക് ചെറിയൊരു ഉൾവിളികൾ, ദൈവത്തിന്റെ ഒരു ഉൾവിളികൾ എന്ന് പറഞ്ഞ പോലെ, എടാ ഒരു പോസ്റ്റ് ഇട്, കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിക്ക് വേണ്ടി പോസ്റ്റ് ഇടാൻ എന്റെ മനസ്സിൽ ഇങ്ങനെ വരും. അപ്പോൾ ഞാൻ അങ്ങനെ ഇടും. അത് ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് എനിക്ക് വലിയ രസം വരും. ചേട്ടാ ഞാൻ ഇങ്ങനെ വിഷമിച്ചിരിക്കുമായിരുന്നു, അപ്പോഴാണ് ചേട്ടൻ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ എനിക്കറിയാം, ഇങ്ങനെ മനസ്സിൽ വരുമ്പോൾ എനിക്കറിയാം ആർക്കു വേണ്ടി ഇത് ഇങ്ങനെ പറഞ്ഞ പോലെയാണെന്ന്. എനിക്ക് അറിയില്ല എങ്ങനെ ശരിയാണെന്ന്, പക്ഷേ അങ്ങനെ തോന്നാറുണ്ട്. അല്ല, നമ്മുടെ മനസ്സിൽ തോന്നുന്ന ഇൻസ്പിറേഷൻസ് അത് നമ്മൾ പോസിറ്റീവായിട്ട് എന്നോട് റെസ്പോണ്ട് ചെയ്യുമ്പോൾ അതൊരു ലോകത്തിന്റെ ഏതെങ്കിലും കോണിലുള്ള ആളുകൾക്ക് അതൊരു സ്പിരിച്വൽ എക്സ്പീരിയൻസ് ആവും. അത് സത്യമായ കാര്യമാണ്. അങ്ങനെയാണ് ദൈവം നമ്മളിലൂടെ ഇടപെടുന്നത് എന്നുള്ളതാണ് അതിൻ്റെ കാര്യമുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ കുര്യാക്കോസ്, ഇത് നമ്മുടെ ഒരു വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ നിന്നുള്ള സിസ്റ്റേഴ്സ്, വൈദികർ, ഇങ്ങനെയുള്ളവരൊക്കെ ധാരാളം പേര് ഈ കുര്യാക്കോസിന്റെ വീഡിയോയിൽ കാണാം കഥാപാത്രങ്ങളായിട്ട്. ചിലരിങ്ങനെ ക്യാമറ കാണുമ്പോൾ ഓടുന്നതാണ് നമ്മുടെ കൊച്ചന്മാരൊക്കെ തന്നെ. എങ്കിലും അവരും വളരെ കുര്യാക്കോസിനെ ഒത്തിരി പ്രോത്സാഹിപ്പിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അവരിൽ നിന്നുള്ളൊരു പ്രോത്സാഹനം ഈ പള്ളിയും അച്ഛന്മാരും സിസ്റ്റേഴ്സും ഒക്കെ കുര്യാക്കോസിനെ എത്രത്തോളം പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്? അച്ഛന്മാരും സിസ്റ്റേഴ്സും ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്, ഒരുപാട് മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ചെയ്താൽ കൊള്ളാം. അച്ഛന്മാർക്ക് വരാൻ മടിയില്ലാന്നുള്ളൂ. ചിലപ്പോൾ ഓടുവരെയും ക്യാമറയാണ്, പക്ഷെ അവർ അതിന് മുന്നിൽ എനിക്ക് പറഞ്ഞു തരും, എടാ ഇങ്ങനെ ഒരു കണ്ടന്റ് ചെയ്യാൻ നന്നായിരിക്കും, ഇങ്ങനെ ഒരു സാധനം എഴുതിയിട്ടാൽ നന്നായിരിക്കും. അപ്പോൾ അവർക്ക് ഇങ്ങനെ വരുമ്പോൾ വൈറലാവാൻ, ചിലപ്പോൾ വൈറലായിരുന്ന വെടിയായിരിക്കും, അച്ഛന്മാരെ കളിയാക്കിയായിരുന്നു, അങ്ങനെയൊക്കെ ആയിരിക്കും. പക്ഷേ സിസ്റ്റേഴ്സ് ആയിക്കോട്ടെ, ആരായിക്കോട്ടെ, എന്നെ കാണുമ്പോൾ ഓടിയാലും അവർ അതിന് പിന്നിൽ എനിക്ക് പറഞ്ഞു തരുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ. മോനെ ഇങ്ങനെയൊക്കെ ചെയ്താൽ നന്നായിരിക്കും, പിന്നെ നീ ചെയ്യുന്ന കാര്യം നല്ലതാണ് എന്ന് പറഞ്ഞു. പിന്നെ ഇടവേറെ ജനങ്ങളായാലും ഇപ്പോഴും അടുത്താണ് അറിഞ്ഞു തുടങ്ങിയതൊക്കെ. ഞാൻ ഫേസ്ബുക്കിൽ കൂടെ കണക്ട് ചെയ്തപ്പോഴാണ്, ഇൻസ്റ്റാഗ്രാമിൽ വർക്കില്ലല്ലോ, ഫേസ്ബുക്കായിട്ട് കണക്ട് ചെയ്തപ്പോഴാണ് ഈശോ എന്നുള്ള ഞാനാണെന്നൊക്കെ അറിയുന്നതും. അപ്പോൾ ഇവിടെ നിന്നൊരു സപ്പോർട്ട് വലിയ സപ്പോർട്ടാണ്. അതുപോലെ തന്നെ ഇപ്പോൾ രൂപതയിലായാലും പല ഇടവകയിൽ തന്നെ വിളിക്കുന്നുണ്ട്, ക്ലാസ് എടുക്കാനും കാര്യങ്ങളൊക്കെ വിളിക്കുന്നു. അപ്പോൾ ഈ ഷോയിലൂടെ എനിക്കിട്ടൊരു ഓപ്പർച്യൂണിറ്റീസ് ആണ്. പിന്നെ നല്ല കൂട്ടുകാരുണ്ട്, എനിക്ക് തെറ്റ് കണ്ടാൽ പറഞ്ഞു തരുന്ന കൂട്ടുകാരുണ്ട്. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഇപ്പോൾ ഇത്തോളം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞങ്ങൾ ഈ ഷോയിബ് തുടങ്ങി, അതുപോലെ തന്നെ ഇപ്പോൾ ഈശോസ് ടച്ച് എന്ന് പറഞ്ഞ ചാരിറ്റി ഉണ്ട്, ഈശോയിബിന്റെ ഓൺലൈൻ സ്റ്റോർ ഉണ്ട്, ഈശോയിബ് സ്റ്റോർ. ഇപ്പോൾ അടുത്ത് ഞങ്ങൾ ഈശോസ് ടച്ച് എന്ന് പറഞ്ഞ ഒരു ഈശോസ് വൈബ് എന്ന് പറഞ്ഞ ഒരു ക്യാമ്പ് ടീമും കൂടെ നമ്മുടെ ഇടവകൾ കേന്ദ്രീകരിച്ച് ക്യാമ്പ് എടുക്കാൻ വേണ്ടി, കുട്ടികൾക്ക് വേണ്ടി ക്യാമ്പ് എടുക്കാനായിട്ട് നമ്മളൊരു ടീം സെറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ എന്റെ കൂടെയുള്ള കൂട്ടുകാരുടെ ഒരു സപ്പോർട്ട് കൊണ്ടാണ്. ഇത് നമുക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ്. കുര്യാക്കോസിന്റെ ഒരു ഈശോ വൈബ് എന്ന് പറയുന്ന ഒരു സാമൂഹ്യ മാധ്യമ ഇനിഷ്യേറ്റീവ് അത് ചാരിറ്റിയിലേക്ക് പോകുന്നു, അതിനുശേഷം ഒരു ഓൺലൈൻ സ്റ്റോറിലേക്ക് പോകുന്നു, പിന്നീട് അത് ക്യാമ്പുകൾ, ഇടവകളിലും അല്ലെങ്കിൽ സ്ഥാപനങ്ങളിലും കുട്ടികൾക്കും യൂത്തിനും ഒക്കെ നടത്താൻ വേണ്ടിയിട്ടുള്ള ചെറിയ ചെറിയ ക്യാമ്പുകളിലേക്ക് എത്തുന്നു. അപ്പോൾ ഇത് ഒരു വിശാലമായൊരു സാധ്യതയുടെ ലോകമാണ്. നമ്മളൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ഇറങ്ങി തിരിച്ചാൽ എന്നുള്ളതിന് ഉത്തമ മാതൃകയാണ്. അല്ലെങ്കിൽ നമ്മുടെ പ്രോഗ്രാമിൻ്റെ പേര് പോലെ തന്നെ നല്ല മാതൃകയാണ് പ്രിയപ്പെട്ട കുര്യാക്കോസ്. അതുപോലെ തന്നെ നമുക്ക് ഇങ്ങനെയുള്ള ഒരു നവമാധ്യമങ്ങളുടെ ലോകത്ത് നമുക്കൊരു ക്രിസ്ത്യൻ പ്രസൻസ്, കാത്തലിക് പ്രസൻസ് ആകാൻ
നമ്മുടെ യൂത്തിന് എന്താ ഇപ്പോൾ തടസ്സമായിട്ട് തോന്നിയിട്ടുള്ളത്? അങ്ങനെ എന്തെങ്കിലും തടസ്സം തോന്നിയിട്ടുണ്ടോ? അത് എന്താ കുര്യാക്കോസിന്റെ ഒരു അഭിപ്രായം? ഞാൻ മനസ്സിലാക്കിയത് കാര്യം ഇപ്പോൾ പിള്ളേർക്ക് പള്ളി വരാൻ മടിയാണ്. പലരും ഈ സംഘടനയിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുന്നു. ഇപ്പൊ ഞാൻ എൻ്റെ കൂടെയുള്ള കൂട്ടുകാരെന്നൊക്കെ പറഞ്ഞാൽ ഞാൻ KCM നിന്നും ഉണ്ടാക്കിയെടുത്ത കൂട്ടുകാരാണ്. എൻ്റെ KCM ഞാൻ 2 വർഷം പ്രസിഡന്റ് ആയിരുന്നു. അപ്പോൾ എൻ്റെ കൂടെ ഉള്ളവരെന്ന് പറഞ്ഞാൽ KCM അംഗങ്ങളാണ്. യൂണിറ്റ് പ്രസിഡന്റ് ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് എൻ്റെ കൂട്ടുകാരെന്ന് പറയുന്നത് ഞങ്ങൾ ഒരുമിച്ച് കുർബാനയ്ക്ക് കൂടി നടന്നവരാണ്. 6ാം ക്ലാസ് തൊട്ട് 5ാം ക്ലാസ് തൊട്ട് ഞങ്ങൾ ഒരുമിച്ച് കുർബാനയ്ക്ക് കൂടി നടന്നവർ. പിന്നീട് ഞങ്ങൾ മിഷൻ ലീഗിൽ പ്രവർത്തിച്ചു, ഇപ്പോൾ KCM പ്രവർത്തിച്ചു. അപ്പോൾ ആ ഒരു കണക്ഷനൊന്നും ഇപ്പം ഇല്ല. എൻ്റെ സമയത്ത് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ അങ്ങനെ പിള്ളേർക്ക് പള്ളി വരാൻ മടി, കുർബാന കഴിഞ്ഞാൽ വീട്ടിൽ പോകുന്ന അങ്ങനെ ഒരു ഇതൊക്കെ ഇല്ല. അപ്പോൾ ഇതൊക്കെ എന്തുകൊണ്ടോ പിള്ളേരെ സ്വാധീനിച്ചിട്ടുണ്ട്. പള്ളിയായിട്ട് അടുത്ത് നിൽക്കുമ്പോൾ നമ്മൾ ഈശോയിലേക്ക് കൂടുതൽ അടുക്കുമല്ലോ. അപ്പോൾ ഇതൊക്കെ ഒരു സാഹചര്യമായിട്ട് എനിക്ക് തോന്നുന്നു, തടസ്സമായിട്ട് തോന്നുന്നു. പിന്നെ മറ്റുള്ള പുറമേ നിന്നുള്ള സ്വാധീനങ്ങൾ, വീഡിയോസ്, കാര്യങ്ങൾ, മറ്റ് പണത്തിന്റെ അതിലേക്ക് പോകുന്ന ഒരു കാലമാണല്ലോ. പിന്നെ ഫെയിമിന് വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടാവും. അതുപോലെയൊക്കെ നമുക്ക് ഈശോ, ഞാൻ പറഞ്ഞല്ലോ, ഈശോനെ കുറിച്ച് പറഞ്ഞാലും കേൾക്കും, അങ്ങനെ ഒരു ചിന്തയുണ്ട് എപ്പോഴും. മടിയാണ്. അപ്പോൾ അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു 4 ലക്ഷം വ്യൂസ് അല്ല 4 ലക്ഷം വ്യൂസ് 4 ലക്ഷം ഫോളോവേഴ്സ് എന്ന് പറയുമ്പം അത് ചെറിയൊരു സംഖ്യയല്ല. അപ്പോൾ ഈ അതിലേക്ക് വരുമ്പോൾ നമുക്ക് തന്നെ ഞാൻ വൈറലായി എന്നൊരു ചിന്ത അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അങ്ങനെ ആളുകൾ നമ്മളെ തോന്നിപ്പിക്കുന്നുണ്ടോ? പക്ഷേ ഞാൻ പറഞ്ഞില്ല, കൂട്ടുകാരുണ്ടെന്ന് പറഞ്ഞില്ല. ഇപ്പം ഞാനിപ്പോൾ ഇവിടെ നിന്ന് ചാടാൻ അടിക്കുന്നത്, എനിക്ക് 4 ലക്ഷം ഫോളോവേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞാൽ അമ്മമാർ അത് കാര്യമാക്കില്ല. അപ്പോൾ എന്ത് 4 ലക്ഷം അപ്പോൾ എൻ്റെ മനസ്സിലേക്കാണ് എന്ത് 4 ലക്ഷം ഒന്നുമില്ല. പിന്നെ എൻ്റെ അമ്മമാർ എപ്പോഴും പറഞ്ഞതിന് കാര്യമുണ്ട്, നിന്നെ ദൈവം ഉപയോഗിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ, നീ ദൈവത്തിൻ്റെ ഒരു ഉപകരണമാണ്, നിനക്ക് നിൻ്റെതായ പോരായ്മകളുണ്ട്. അത് ഞാൻ ആലോചിക്കാറുണ്ട്. പക്ഷേ ഇങ്ങനെയൊക്കെ നമ്മൾ നടക്കും. എനിക്ക് എൻ്റെ പ്രായത്തിൻ്റെതായ പോരായ്മകൾ എനിക്കുണ്ട്. ചില പള്ളിക്കാരൻ മടി കാണിക്കുന്ന മനുഷ്യനാണ്, കുരിശരിക്കാൻ നേരത്തെ വീട്ടിൽ മടി കാണിക്കുന്ന മനുഷ്യനാണ്. പക്ഷെ എന്തുകൊണ്ട് ദൈവം ഇങ്ങനെ എന്നെ ഉയർത്തി എന്ന് ഞാനിങ്ങനെ എൻ്റെ കൂട്ടുകാരന്മാരോട്, എൻ്റെ സ്പിരിച്വൽ ഡയറക്ടേഴ്സിനൊക്കെ ചോദിക്കും. അപ്പോൾ അവർ പറയുന്നത്, നീ ദൈവത്തിൻ്റെ ഒരു ഉപകരണമാണ്, ദൈവം നിന്നെ ഉപയോഗിക്കുന്നു. അപ്പോൾ ഞാൻ സെമിനാരിൽ നിന്ന് തിരിച്ചു പോന്നു. പോന്നിട്ട് ദൈവം നിന്നെ തിരിച്ചിങ്ങോട്ട് വിളിച്ചത് ഈ ഒരു കാര്യത്തിനായിരിക്കാം, ഒരു മിഷനായിരിക്കാം. അപ്പോൾ അത് ഓർത്തുകൊണ്ട് എനിക്ക് അങ്ങനെ വൈറലായിരുന്നോ അങ്ങനെ ഒരു ചിന്തയൊന്നുമില്ല. അതിൽ അങ്ങനെ ഒരു ചിന്ത ഉണ്ടാകുന്ന ചിലപ്പോൾ ഇത്ര വളരില്ല. ഞാൻ പറഞ്ഞു, കർത്താവിന് വേണ്ടിയാണ് ഈ പേജെന്ന് എനിക്ക് കുറച്ച് ബോധ്യം ഉള്ളതുകൊണ്ടാണ് കർത്താവിനെ വളർത്തുന്നത്. തീർച്ചയായിട്ടും നമുക്കെല്ലാവർക്കും വലിയ ഒരു സന്തോഷമുള്ള കാര്യമാണ്. ഇങ്ങനെ ഒരു നവമാധ്യമ ലോകത്ത് വേണമെങ്കിൽ നമുക്ക് നമ്മുടെ ഈ ഒരു നാട്ടിലെ പ്രദേശത്തെ ഒരു സെലിബ്രിറ്റി എന്ന് വേണമെങ്കിൽ കുര്യാക്കോസിനെ വിശേഷിപ്പിക്കാം. കുര്യാക്കോസ് വളരെ ഹമ്പിളായിട്ട് ദൈവത്തിൻ്റെ ദാനമാണെന്ന് പറയുമ്പോൾ നമുക്കെല്ലാം വലിയ സന്തോഷമുള്ള കാര്യമാണ്. കുര്യാക്കോസ് അതുപോലെ തന്നെ നമ്മുടെ ഈ യൂത്ത്, നമ്മുടെ ഈ വാഴക്കുളത്ത് അല്ലെങ്കിൽ കോതമംഗലം രൂപതയിലുള്ള യൂത്ത് മാത്രമല്ല, കുര്യാക്കോസിനെ ഇപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ തന്നെ കേൾക്കുന്ന ധാരാളം പേരുണ്ട്. അവരിൽ പലരും ഇതുപോലെയുള്ള വീഡിയോസൊക്കെ പ്രൊഡ്യൂസ് ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്നുണ്ടാവാം. ധാരാളം പേര് ഇൻസ്റ്റാഗ്രാമിൽ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, യൂട്യൂബിൽ സ്ക്രോൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു കാര്യത്തിന് ആഗ്രഹം ഉണ്ടാവും, അവരെന്തോ കാര്യം തടയുന്നു. അവരോടൊക്കെയുള്ള കുര്യാക്കോസിൻ്റെ ഒരു ഉപദേശമല്ല, ഒരു ചെറിയൊരു ഒരു സഹോദരൻ്റെ ഒരു സ്നേഹ സംസാരം എന്താ ഉള്ളത്? എനിക്ക് നിങ്ങളോട് പറയാമെന്ന് വെച്ചാൽ, ഒരു ആഗ്രഹം മനസ്സിലുണ്ടെങ്കിൽ തുടങ്ങുക. ഇപ്പോൾ നല്ല ക്യാമറ വേണമെന്നോ നല്ല ഗിംബൽ വേണമെന്നോ ഒന്നുമില്ല. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ Redmi 9 ഒരു 10,000 രൂപയുടെ ഫോണിലാണ് ഞാൻ 2 ലക്ഷം വരെ എത്തിച്ചത്. അപ്പോൾ ആഗ്രഹം മനസ്സിലുണ്ട്, ഈശോയ്ക്ക് വേണ്ടി ഇറങ്ങണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ തുടങ്ങുക, ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. പിന്നെ എൻ്റെ പേജ് ശ്രദ്ധിച്ചറിയാം, ഞാൻ ഒരു വീഡിയോസിൽ വാട്ടർമാർക്ക് ഇടില്ല. ഈശോ വൈബ് എന്നുള്ള വാട്ടർമാർക്ക് നിങ്ങൾ എവിടെയും കാണില്ല. എൻ്റെ ഒരു പോസ്റ്റിൽ പോലും ഞാൻ വാട്ടർമാർക്ക് ഇടില്ല. അപ്പോൾ നമ്മുടെ വാട്ടർമാർക്ക് ഇല്ലെങ്കിൽ നമ്മൾ ഈശോയ്ക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് ഇറങ്ങി തിരിക്കുകയാണെങ്കിൽ നമ്മളത് എത്തുന്നിടത്ത് എത്തും, ഈശോ നമ്മൾ എത്തിക്കും. അപ്പോൾ മടിയൊന്നും വിചാരിച്ചിരിക്കണ്ട, ഉള്ളത് വെച്ച് തുടങ്ങുക, ആഗ്രഹം മനസ്സിൽ കൊണ്ടെടുക്കുക, ആഗ്രഹത്തിന് വേണ്ടി വർക്ക് ചെയ്യുക, കഠിനാധ്വാനം ചെയ്യുക, നമ്മൾ എത്തിപ്പെടും. അപ്പോൾ എല്ലാവർക്കും കുര്യാക്കോസിൻ്റെ വിശേഷങ്ങൾ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുകയാണ്. അക്ഷരാർത്ഥത്തിൽ ഇതൊരു നല്ല മാതൃകയാണ്. നവമാധ്യമ ലോകത്ത്, സോഷ്യൽ മീഡിയയുടെ അതിപ്രസര കാലത്ത്, വൈറൽ സിൻഡ്രം വളരെ ശക്തമാകുന്ന കാലത്ത് ഈശോയ്ക്ക് വേണ്ടി മാത്രം സംസാരിക്കാൻ, ഈശോയുടെ കാര്യങ്ങൾ പ്രത്യേകിച്ച് വചനം പ്രഘോഷിക്കാൻ ഒരു യുവാവ് തൻ്റെ നവമാധ്യമ സാധ്യതകൾ, ഒരുപക്ഷെ പരിമിതമായ സാഹചര്യങ്ങളിൽ നിന്ന് പോലും നവമാധ്യമ സാധ്യതകൾ ഉപയോഗിക്കുന്നു, അത് ഉപയോഗിച്ച് വിജയത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളത് നമുക്കെല്ലാവർക്കും വലിയ സന്തോഷമുള്ള കാര്യമാണ്. അതിലുപരി ഒരു നല്ല മാതൃകയുമാണ്. കുര്യാക്കോസിന് എല്ലാ ആശംസകളും പ്രാർത്ഥനകളും ദൈവം അനുഗ്രഹിക്കട്ടെ.